Hello students, in the last class I have explained what you mean by functional dependency. So in this section I am going to explain different types of functional dependency. So first now I am going to explain different types of functional dependency. So first one, fully functional dependency. Fully functional dependency. So in this case, if x determines y is there, then x determines y ennu parayunna oru functional dependency undu ennundengil idil y x ine fully functional dependent aanennu parayanamengil x inde oru proper subset um y ne determine cheyan paadilla. I will explain once again. If x determines y ennu parayunna oru functional dependency namukku undu ennundengil y x ine fully functionally dependent ആവണമെങ്കിൽ x ന്റെ ഒരു proper subset ഉം y നെ determine ചെയ്യാൻ പാടില്ല. Any proper subset of x should not determine y. Clear? So for example, A, B, C determines D ennu parayunna oru functional dependency undu. So D, A, B, C ennu parayunnadine fully functionally dependent ആവണമെങ്കിൽ എ ബി സിയുടെ ഒരു പ്രോപ്പർ സബ്സെറ്റും എന്തിനെ ഡിറ്റർമൈൻ ചെയ്യാൻ പാടില്ല? ഡി എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിനെ ഡിറ്റർമൈൻ ചെയ്യാൻ പാടില്ല. ദെൻ വി ക്യാൻ സേ ദാറ്റ് ഡി ഈസ് ഫുള്ളി ഫങ്ഷണലി ഡിപെൻഡന്റ് ഓൺ എ ബി സി. അതായത് എ ഡിറ്റർമൈൻസ് ഡി ഉണ്ടാവാൻ പാടില്ല, എ ബി ഡിറ്റർമൈൻസ് ഡി ഉണ്ടാവാൻ പാടില്ല, ബി ഡിറ്റർമൈൻസ് ഡി ഉണ്ടാവാൻ പാടില്ല, ബി സി ഡിറ്റർമൈൻസ് ഡി ഉണ്ടാവാൻ പാടില്ല. അങ്ങനെ ഈ എ ബി സി എന്ന് പറയുന്ന ഈ ആട്രിബ്യൂട്ട് ഒരു പ്രോപ്പർ സബ്സെറ്റും എന്തിനെ ഡിപ്പെൻഡ് ചെയ്യാൻ പാടില്ല, ഡിറ്റർമൈൻ ചെയ്യാൻ പാടില്ല? ഡി എന്ന് പറയുന്ന ആട്രിബ്യൂട്ടിനെ ഡിറ്റർമൈൻ ചെയ്യാൻ പാടില്ല. ദെൻ വി ക്യാൻ സേ ദാറ്റ് ഡി ഈസ് ഫുള്ളി ഫങ്ഷണലി ഡിപ്പെൻഡന്റ് ഓൺ എ ബി സി. Clear? So fully functional dependency means if x determines y is there, then any proper subset of x should not determine y. Then we can say that y is fully functionally dependent on x. Clear? So that is fully functional dependency. Next one, partial functional dependency. Second one, partial functional dependency. Partial functional dependency means if x determines y is there, then we can say that y is partially dependent on x if some of the subset of x can determine y. Some of the subset of x can determine y. അതായത് y x ന് പാർഷ്യലി ഫങ്ഷണൽ ഡിപ്പെൻഡന്റ് ആണെന്ന് പറയണമെങ്കിൽ എക്സിന്റെ ചില സബ്സെറ്റ് വൈനെ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ടായിരിക്കണം എങ്കിൽ വി ക്യാൻ സേ ദാറ്റ് y ഈസ് പാർഷ്യലി ഫങ്ഷണൽ ഡിപ്പെൻഡന്റ് ഓൺ എക്സ്. ദാറ്റ് ഈസ് ഫോർ എക്സാമ്പിൾ വി ഹാവ് എ സി ഡിറ്റർമൈൻസ് പി ഉണ്ട്. സോ എ സി ഡിറ്റർമൈൻസ് പി ഉണ്ടെന്നുണ്ടെങ്കിൽ പി എ സിക്ക് പാർഷ്യലി ഡിപ്പെൻഡന്റ് ആണെന്ന് പറയണമെങ്കിൽ എ സിയുടെ ഏതെങ്കിലും ഒരു സബ്സെറ്റ് പിനെ എലോൺ ഡിറ്റർമൈൻ ചെയ്യണം. ദെൻ വി ക്യാൻ സേ ദാറ്റ് പി ഈസ് പാർഷ്യലി ഫങ്ഷണൽ ഡിപ്പെൻഡന്റ് ഓൺ എ സി. ഈ കേസിൽ നോക്കിയേ, എ സി ഡിറ്റർമൈൻസ് പി ആണ്. ഇതിൽ നമ്മൾ എയുടെ ക്ലോഷർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ and for example AC determines P and then A determines D and D determines P and so this is the functional dependency. So ഇത് P AC ക്ക് പാർഷ്യൽ ഡിപ്പെൻഡന്റ് ആണോ എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. സോ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്ത് ചെയ്തു, എയുടെ ക്ലോഷർ എടുത്തു. സോ എയുടെ ക്ലോഷർ എടുക്കുന്ന സമയത്ത് A can determine A itself, then A determines D, then D determines P. ഇപ്പോൾ ഇവിടെ നോക്കി, എ സി ഡിറ്റർമൈൻസ് പി ആയിരുന്നു,
സോ പി എ സിക്ക് പാർഷ്യലി ഫങ്ഷണൽ ഡിപ്പെൻഡന്റ് ആണോ എങ്കിൽ ഇതിന്റെ ഏതെങ്കിലും ഒരു സബ്സെറ്റ്, അതായത് എയോ സിക്കോ എന്ത് ചെയ്യാൻ പറ്റണം, എലോൺ പിനെ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റണം. ദെൻ വി ക്യാൻ സേ ദാറ്റ് പി ഈസ് പാർഷ്യലി ഫങ്ഷണലി ഡിപ്പെൻഡന്റ് ഓൺ എ സി. സോ നമ്മളുടെ ഇതിന്റെ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി സെറ്റ് ആയിരുന്നു എ ഡിറ്റർമൈൻസ് ഡിയും ഡി ഡിറ്റർമൈൻസ് പിയും. സോ ഞാൻ ഇതിന് എന്ത് ചെയ്തു, എയുടെ ക്ലോഷർ എടുത്തു. എയുടെ ക്ലോഷർ എടുത്ത സമയത്ത് നമ്മുടെ റൂൾ അനുസരിച്ച് എ ക്യാൻ ഡിറ്റർമൈൻ ഇറ്റ്സെൽഫ്, എ ഇറ്റ്സെൽഫ്. സോ എ വന്നു, എ ഡിറ്റർമൈൻസ് ഡി വന്നു, ദെൻ ഡി ഡിറ്റർമൈൻസ് പി വന്നു. ഇപ്പൊ ഇവിടെ നോക്കിയേ, എ എലോൺ ക്യാൻ ഡിറ്റർമൈൻ പി ആണ് അല്ലെ. ഇവിടെ സി ഇല്ലെങ്കിലും എക്ക് എലോൺ എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, പിനെ ഡിറ്റർമൈൻ ചെയ്യാൻ പറ്റുന്നുണ്ട്. സോ therefore P is partially functional dependent on AC. So if X determines Y is there, we can say that Y is partially functional dependent on X if some of the subset of X can determine Y. Clear? Y X ന് പാർഷ്യലി ഫങ്ഷണൽ ഡിപ്പെൻഡന്റ് ആണെന്ന് പറയണമെങ്കിൽ എക്സിന്റെ ഏതെങ്കിലും ഒരു സബ്സെറ്റ് എന്ത് ചെയ്യണം, എലോൺ വൈനെ ഡിറ്റർമൈൻ ചെയ്യണം. ദെൻ വി ക്യാൻ സേ ദാറ്റ് Y ഈസ് പാർഷ്യലി ഡിപ്പെൻഡന്റ് ഓൺ എക്സ്. ക്ലിയർ? സോ ദ തേർഡ് വൺ, ദാറ്റ് ഈസ് ട്രാൻസിറ്റീവ് ഫങ്ഷണൽ ഡിപ്പെൻഡൻസി. Transitive functional dependency. Transitive functional dependency is same like transitive rule on. That is, when X determines Y is there, then and Y determines Z is there, then X determines Z. അതായത് എക്സ് എന്ന് പറയുന്ന ആട്രിബ്യൂട്ട് വൈനെ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ട്, വൈ എന്ന് പറയുന്ന ഒരു ആട്രിബ്യൂട്ട് സെഡിനെ ഡിറ്റർമൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് എക്സ് ക്യാൻ ഡിറ്റർമൈൻ സെഡ്. സെയിം ലൈക്ക് അവർ transitive rule. So through Y X can determine Z. Clear? So that's about transitive functional dependency. Then the last one, trivial functional dependency. Trivial functional dependency. Trivial functional dependency means if X is a subset of Y, then Y can determine X. അതായത് എക്സ് എന്ന് പറയുന്നത് വൈയുടെ സബ്സെറ്റ് ആണെങ്കിൽ ദെൻ വൈ ക്യാൻ ഡിറ്റർമൈൻ എക്സ്. ദാറ്റ് ഈസ് ഫോർ എക്സാമ്പിൾ എ ഡിറ്റർമൈൻസ് എ. ദാറ്റ് ഈസ് വൺ ഓഫ് ദി എക്സാമ്പിൾ ഓഫ് ട്രിവിയൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി. അനദർ എക്സാമ്പിൾ എ ബി സി ഡിറ്റർമൈൻസ് ബി സി. കാരണം എന്താണ്, എ ബി സി എന്ന് പറയുന്നത് എന്താണ്, ബി സി എന്ന് പറയുന്നത് എന്താണ്, എ ബി സിയുടെ ഒരു സബ്സെറ്റ് ആണ് എങ്കിൽ എ ബി സി ക്യാൻ ഡിറ്റർമൈൻ ബി സി. ദാറ്റ് ഈസ് ട്രിവിയൽ ഫങ്ഷണൽ ഡിപ്പെൻഡൻസി. So that's all about different types of functional dependency. We have 4 types of functional dependency: fully functional dependency, partial functional dependency, then transitive functional dependency, and the last one, trivial functional dependency. So that's all about the different types of functional dependency. Thank you.